ഏലകർഷകരായിട്ടുള്ള ആളുകൾക്ക് പല ഇടങ്ങളിലും ഇടുക്കിയിലെ പല മേഖലകളിലും ഇപ്പോൾ ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല പലയിടങ്ങളിലുമൊക്കെ മഴ കൂടുതലായിട്ട് ലഭിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇപ്പോഴും ചൂടിന് ഒരു കുറവുമില്ല. ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഒരു മാസത്തോടെയൊക്കെ കഴിയുമ്പോഴത്തേനും മഴ തുടങ്ങും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കൃഷി രീതി അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടൻ്റാണ് സീവീഡിൻ്റെ ജെല്ല്. വേനൽ മഴയൊക്കെ കിട്ടിയ ആളുകൾക്കും അല്ലെങ്കിൽ ചെടി നല്ല സ്ട്രെസ്സിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കണ്ടൻ്റാണ് സീവീഡിൻ്റെ ജെല്ല്. സീവീഡിൻ്റെ ജെല്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെടിക്ക് നല്ല തണുപ്പ് കൂടുതലായിട്ട് കിട്ടും. മാത്രവുമല്ല നമുക്ക് അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ ഈൽഡ് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ഏലകൃഷിയിൽ ഈ ഒരു സമയത്ത് വേനൽ മഴയൊക്കെ കിട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു സീവീഡ് ജെല്ല്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സീവീഡ് ജെല്ല് നമ്മൾ ഇടുക്കി ജില്ലയിൽ പലയിടങ്ങളിലും കൊടുത്തിട്ടുമുണ്ട്. നല്ല രീതിയിൽ റിസൾട്ടുമുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീവീഡിൻ്റെ ജെല്ല് നമുക്ക് 1 കിലോ 200 ലിറ്ററിന് പരമാവധി 1.5 കിലോ വരെ കൊടുക്കാം. 1.5 2 കിലോ വരെ കൊടുത്താലും കുഴപ്പമില്ല. പരമാവധി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു 1.5 കിലോ വരെയൊക്കെ കൊടുത്താൽ മതിയാവും. 2 കിലോയിലേക്ക് വരെ എത്തേണ്ട ആവശ്യമില്ല. 1.5 കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സീവീഡിൻ്റെ ജെല്ല് കൊടുക്കുമ്പോൾ കലക്കി 10 ലിറ്റർ വെച്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ പല ആളുകളും 10 ലിറ്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ വലുപ്പത്തിന് ആനുപാതികമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട എത്ര ലിറ്ററാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് കൊടുക്കുക. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ചെടിക്ക് നല്ല സ്ട്രെസ്സിൽ നിൽക്കുന്ന ചെടികൾക്ക് നല്ല സ്ട്രെസ് റിലീഫ് കിട്ടും. മാത്രവുമല്ല അടുത്ത മഴക്കാലം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ ഈൽഡ് കിട്ടുന്നത് വളരെ വലിയ രീതിയിൽ തന്നെ ഈൽഡിൽ വ്യത്യാസമുണ്ടാവും. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തതിന് ശേഷം ഈൽഡ് ഉണ്ടായിരിക്കുന്നത് അത് തുടർച്ചയായിട്ട് പല തവണ ചെയ്ത കർഷകരുണ്ട്. അവർക്ക് പലയിടങ്ങളിലായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈൽഡ് കൂടുതലായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ ചെടിക്ക് സ്ട്രെസ്സ് കുറയും. ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാം, ചൂടുണ്ട്, ഇടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പെട്ടെന്ന് തന്നെ മഴയുടെ ആ ഒരു മഴ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു തണുപ്പ് പെട്ടെന്ന് തന്നെ മാറി വീണ്ടും സ്ട്രെസ്സിലേക്ക്, അതായത് ചൂടിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സീവീഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ജെല്ല് കലക്കി ഒഴിച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചെടിക്ക് നല്ലൊരു തണുപ്പ് കൂടി കിട്ടും. സീവീഡ് ജെല്ല് ഈ ഒരു സമയത്ത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തലേന്ന് ഇപ്പം നമ്മൾ നാളെയാണ് ഒഴിക്കുന്നത് എങ്കിൽ ഇന്ന് ചെടിയിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് തണുപ്പിച്ച് നിർത്താൻ അല്ലെങ്കിൽ മണ്ണ് ഒന്ന് നനച്ച് നിർത്തുവാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം പിറ്റേ ദിവസമായിട്ട് നമുക്ക് ഈ ഒരു സീവീഡ് ജെല്ല് കലക്കി ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഈൽഡ് ഉണ്ടാവും, നല്ല റിസൾട്ട് ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് അൾട്രാ ജെല്ല് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഈ അൾട്രാ ജെല്ല് ഇടുക്കി ജില്ലയിൽ എവിടെയായാലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയായിരിക്കും, നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. 10 കിലോയുടെ പാക്കറ്റ് അല്ലെങ്കിൽ ഒരു 10 കിലോയുടെ ബക്കറ്റിലായിരിക്കും ഈ ഒരു അൾട്രാ ജെല്ല് സീവീഡ് അൾട്രാ ജെല്ല് നമ്മൾ തരിക. താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാം. നല്ല റിസൾട്ട് ഉള്ളതാണ്. മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ചെടിക്ക് സ്ട്രെസ്സ് കുറയാനും കൂടാതെ മഴക്കാലം എത്തുമ്പോൾ നല്ല ഈൽഡ് കിട്ടുവാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.